ഒരേ സബ്ജക്റ്റ്, ഒരേ ലൊക്കേഷൻ, ഒരേ പൊസിഷൻ. പക്ഷെ എന്റെ ഫൂട്ടേജിനേക്കാളും ബെറ്റർ അവന്റെ ഫൂട്ടേജ് ആണ്. ഇനി വല്ല എഡിറ്റ് ആണോ, കളറിങ്ങിന്റെ ആണോ, അതോ മ്യൂസിക്കിന്റെ ആണോ, എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ആദ്യം ഒരു ബേസിക് ക്വസ്റ്റ്യൻ. നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതിന് നേരെ ടൈം ലൈനിലേക്ക് ഇട്ട് നേരിട്ട് എക്സ്പോർട്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യരുത്. ആ ഫൂട്ടേജ് ഫ്ലാറ്റ് ആണ്, അതൊരു റോ ഫൂട്ടേജും കൂടിയാണ്. ഒരു പെയിന്ററിനെ സംബന്ധിച്ച് അതൊരു പ്ലെയിൻ ക്യാൻവാസ് ആണ്. ആ ക്യാൻവാസിൽ പെയിന്റ് അടിക്കേണ്ടത് നമ്മളാണ്. ആ പെയിന്റിങ്ങിന് ആദ്യത്തെ പ്രോസസ്സാണ് കളർ കറക്ഷൻ എന്നുള്ളത്, പിന്നെയാണ് കളർ ഗ്രേഡിംഗ് എന്നുള്ളത്. ആദ്യം കളർ കറക്ഷൻ. ഇതൊരു ഫിക്സിംഗ് ആണ്. ഈ ക്യാമറക്ക് ഒരിക്കലും ഒരു ഹ്യൂമൻ ഐന്റെ ഇന്റലിജൻസ് ഇല്ല. നിങ്ങൾ ഒരു റൂമിൽ കയറി ആ റൂമിൽ നിങ്ങൾ കാണുന്ന ലൈറ്റിന് ഒരു വെള്ള കളർ ആണെങ്കിൽ ക്യാമറയിൽ കാണുമ്പോൾ നീല കളറോ മഞ്ഞ കളറോ ആയിരിക്കും. അതിനെ കറക്റ്റ് ചെയ്യലാണ് കളർ കറക്ഷൻ എന്ന് പറയുന്നത്. വൈറ്റ് ബാലൻസ്, എക്സ്പോഷർ, ഷാഡോ, ഹൈലൈറ്റ്, ഇതൊക്കെ കളർ കറക്ഷന്റെ ബേസിക്സ് ആണ്. ഇനി നമുക്ക് കളർ ഗ്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. കളർ കറക്ഷനിൽ ഒരു ഫൂട്ടേജിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കളർ ഗ്രേഡിങ്ങിൽ ആ റിയാലിറ്റിയെ ഇമോഷനിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു സാഡ് സീൻ, ആ സാഡ് സീനെ കളർ കറക്റ്റ് ചെയ്തു വരുമ്പോഴേക്കും നോർമൽ ഫൂട്ടേജ് പോലെയാകും. ആ സമയത്ത് കളർ ഗ്രേഡ് ചെയ്തു വരുമ്പോഴേക്കും ഡാർക്ക് ബ്ലൂയിഷ് കളറായി മാറി ഒരു ലോൺലിനെസ് ഫീലിലേക്ക് വരും. അതായത് മ്യൂസിക്കോ ഡയലോഗോ ഇല്ലാതെ തന്നെ ആ ഫൂട്ടേജിനെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ആക്ഷൻ സീനിലോ റൊമാൻറ്റിക് സീനിലോ ഇതേപോലെ കളർ ഗ്രേഡിങ്ങിലൂടെ തന്നെ ഇന്റിമസി ഫീൽ കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം. ഡാവിഞ്ചി റിസോൾവിൽ കളർ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്കോപ്സ് കാണാൻ പറ്റും. വേവ് ഫോം, വെട്രോസ്കോപ്പ്, പരേഡ്, ഇവ നിങ്ങളുടെ കണ്ണുകളാണ്. ഇവ നിങ്ങളുടെ ഫൂട്ടേജിന്റെ ടെക്നിക്കൽ കറക്ഷൻസ് പറയുന്നതാണ്. പ്രീമിയം പ്രോയിലാവുമ്പോൾ ലുമിട്രി കളർ പാനൽ, ഫൈനൽ കട്ടിലാവുമ്പോൾ കളർ ബോർഡ്, കളർ കർവ്, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താലും ഒരു വർക്ക് ഫ്ലോ ഫോളോ ചെയ്യണമെന്നുള്ളതാണ്. ആദ്യം എക്സ്പോഷർ, വൈറ്റ് ബാലൻസ്, കോൺട്രാസ്റ്റ്, സ്കിൻ ടോൺ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഗ്രേഡിങ് തുടങ്ങാവുള്ളൂ. കറക്ഷൻ ചെയ്യാതെ ഗ്രേഡിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൂട്ടേജ് മോശമാവുക തന്നെ ചെയ്യും. ഇനി ലെറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇതൊരു പ്രീസെറ്റ് ആണ്. ഒരു സ്പെസിഫിക് ലുക്ക് ഫൂട്ടേജിന് ഒറ്റ ക്ലിക്കിലൂടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ. പക്ഷെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് എന്നുള്ളൊരു ഷോർട്ട് കട്ട് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഓരോ ഫൂട്ടേജിനും കളർ കറക്ഷൻ ചെയ്തിട്ടേ ലെറ്റ് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ലെറ്റ് ശരിയായ രീതിക്ക് ആവില്ല. ഓരോ ഫൂട്ടേജിനും ലെറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തേണ്ടതുണ്ട്. ഇനി ഒരു റിയാലിറ്റി പറയാം. ഏറ്റവും കൂടുതൽ ആൾക്കാരും കളർ കറക്ഷൻ വരുത്താതെയാണ് കളർ ഗ്രേഡിങ്ങിലേക്കോ ലെറ്റിലേക്കോ പോണത്. അത് പ്രൊഫഷണാലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വീഡിയോയുടെ 40% കളറാണ്, 30% ഓഡിയോയും, 20% എഡിറ്റിങ്ങും, 10% സ്റ്റോറിയിലാണ് കിടക്കുന്നത്. കളർ കറക്റ്റ് ആണെങ്കിൽ ആവറേജ് ഫൂട്ടേജ് പോലും രസമായിട്ടിരിക്കും. കളർ കറക്റ്റ് അല്ലെങ്കിൽ 4K ആണെങ്കിൽ പോലും ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ആപ്പിൾ, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലെയുള്ള OTT പ്ലാറ്റ്ഫോംസിന് പ്രത്യേക കളറിസ്റ്റുകൾ ഉണ്ട്. ഒറ്റ ഫിലിമിന്റെ കളർ ഗ്രേഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് മാസങ്ങളോളം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് കളർ ഗ്രേഡിങ്ങിന്റെ കരിയറിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കളറിസ്റ്റ് എന്നുള്ളത് ഇന്ന് ഒരു സെപ്പറേറ്റ് ഹൈ പേയിങ് കരിയർ തന്നെയാണ്. ക്യാമറ എന്നുള്ളൊരു കണ്ണാണെങ്കിൽ എഡിറ്റ് എന്നുള്ള ഒരു വോയിസ് ആണ്, എന്നാൽ കളർ ഗ്രേഡിംഗ് എന്നുള്ള ഒരു ഇമോഷൻ തന്നെയാണ്. അതുകൊണ്ട് എഡിറ്റിങ്ങിന്റെ ഒപ്പം കളർ ഗ്രേഡ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവും.